തൈറോയ്ഡക്ടമിക്ക് ശേഷം പേഷ്യൻസിൽ ശ്വാസമുട്ടൽ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ സർ? അങ്ങനെയുള്ള പേഷ്യൻസിൽ ട്രക്യോസ്റ്റമി അല്ലാതെ മറ്റേതെങ്കിലും ചികിത്സാ രീതികളുണ്ടോ? തൈറോയ്ഡ് സർജറി ചെയ്യുമ്പോൾ റിക്കറൻറ്റ് ലാരിഞ്ചൽ നെർവിന് ഇഞ്ചുറി വരാൻ സാധ്യതയുണ്ട്. അത് രണ്ട് സൈഡിലും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ തൈറോയ്ഡ് ക്യാൻസറസ് രോഗികളിൽ അതിനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ തൈറോയ്ഡൈറ്റിസ് കണ്ടീഷൻ ഉള്ള പേഷ്യൻസിനും ഇതിനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ രണ്ട് ഓക്കൽ കോഡ് അനങ്ങുന്നില്ല. നമ്മുടെ ഓക്കൽ കോഡിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സംസാരിക്കുമ്പോൾ രണ്ട് ഓക്കൽ കോഡ് അടുത്ത് വരും, ശ്വാസം എടുക്കാൻ വേണ്ടി വികസിച്ച് വരും. അപ്പോൾ ഇത് ഏതെങ്കിലും ഒരു പൊസിഷനിലായിരിക്കും ഫിക്സ് ആവുന്നത്. അതിപ്പോൾ അടുത്താണ് ഫിക്സ് ആവുന്നതെങ്കിൽ ശ്വാസം മുട്ടൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓക്കൽ കോഡ് അനങ്ങുന്നില്ല, രണ്ട് ഓക്കൽ കോഡ് ഇങ്ങനെ നിൽക്കുന്നു. ഇതിനിടയിലൂടെ ശ്വാസത്തിന് പോകാൻ സ്ഥലമില്ല, അപ്പോൾ ശ്വാസം മുട്ടൽ ഉണ്ടാകും. അപ്പോൾ അങ്ങനെ ശ്വാസം മുട്ടൽ ഉണ്ടാകുന്ന പേഷ്യൻസിൽ എമർജൻസി ആയിട്ട് ഏത് സെറ്റപ്പിലും ചെയ്യുന്ന ഒരു സർജറിയാണ് ട്രക്യോസ്റ്റമി, അഥവാ കഴുത്തിലൂടെ ഒരു ഹോൾ ഉണ്ടാക്കി അതുവഴി ട്യൂബ് ഇട്ട് ശ്വാസം അതുവഴി എടുക്കുന്ന ഒരു രീതി. ട്രക്യോസ്റ്റമി അല്ലാതെ ഉള്ള പ്രൊസീജിയേഴ്സ്, അതായത് നമുക്കിപ്പോൾ ട്രക്യോസ്റ്റമി അവോയ്ഡ് ചെയ്യണം. പല പേഷ്യൻസിനും ഇവിടെ ഒരു ഹോൾ ഉണ്ട്, ട്യൂബ് ഉണ്ടെന്നൊക്കെ പറയുന്നത് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഉടനെ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു സർജറിയാണ് സ്യൂച്ചർ കോഡോപെക്സി. ഇത് എൻഡോസ്കോപ്പിക്കലി തന്നെ ചെയ്യുന്ന ഒരു സർജറിയാണ്. നമ്മൾ എൻഡോസ്കോപ്പിക്കലി ഒരു ഓക്കൽ കോണിനെ ഒരു സൈഡിലോട്ട് വലിച്ചു കെട്ടും. അപ്പോൾ ആവശ്യത്തിന് സ്പേസ് വരും, ശ്വാസം എടുക്കാൻ പറ്റും. ശബ്ദം 100% നോർമൽ ആവില്ല, കുറച്ച് ബ്രത്തി വോയിസ് ആയിരിക്കും. അതാണ് ഈ സർജറിയുടെ കുഴപ്പം. ഈ സർജറി ഒരു 6 months വരെ നിൽക്കുകയുള്ളൂ. ഇതും ഒരു ടെമ്പററി പ്രൊസീജിയറാണ്. നമ്മൾ ഡെഫിനറ്റീവ് പ്രൊസീജിയർ ചെയ്യാത്തത് എന്താണെന്ന് വെച്ചാൽ ആ ഓക്കൽ കോണിൻ്റെ അനക്കം അടുത്ത ഒരു 6 മാസം വരെ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ഡെഫിനറ്റീവ് ആയിട്ടുള്ള സർജറി ചെയ്യാത്തത്. ഇൻ കേസ് ഓക്കൽ കോണിൻ്റെ അനക്കം തിരിച്ചു വന്നാൽ ഈ കെട്ട് പൊട്ടിപ്പോവും, ഓക്കൽ കോഡ് നോർമലാവും, നോർമലി സൗണ്ട് ഉണ്ടാവും. അഥവാ ഇനി 6 മാസം കഴിഞ്ഞ് പേഷ്യൻറ്റിന് അത് വന്നില്ല, അനക്കം വന്നില്ല, ശ്വാസം മുട്ടൽ ഇല്ല എങ്കിൽ ഒന്നും ചെയ്യേണ്ട. ശ്വാസം മുട്ടൽ ഉണ്ട് എങ്കിൽ അടുത്ത പ്രൊസീജിയർ പോസ്റ്റീരിയർ കോഡോട്ടമി അഥവാ കാഷിമ സർജറി, ആ സർജറിയാണ് ചെയ്യുന്നത്. അത് ലേസർ വെച്ചോ അല്ലെങ്കിൽ കോബ്ലേറ്റർ എന്ന ഇൻസ്ട്രുമെന്റ് വെച്ചോ നമ്മുടെ ഓക്കൽ കോഡിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് അവിടെ സ്പേസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഈ സർജറി ചെയ്ത് കഴിഞ്ഞാലും ശബ്ദം 100% നോർമലി വരില്ല, ഒരു ബ്രത്തി വോയിസ് മാത്രമേ വരുള്ളൂ. നമുക്ക് വോയിസ് അല്ലെങ്കിൽ എയർവേ ഇത് രണ്ടിലും ഒന്ന് കോംപ്രമൈസ് ചെയ്യാതെ പറ്റില്ല. അപ്പോൾ ഇതാണ് ട്രക്യോസ്റ്റമി അവോയ്ഡ് ചെയ്യുന്ന പ്രൊസീജിയേഴ്സ്.